ണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൂല. പനിയനൊരു പക്ഷേ ഒന്നോ രണ്ടോ പൊട്ടൊക്കെ ഉണ്ടായേക്കാം, അടിവസ്ത്രങ്ങൾ മറ്റടിവസ്ത്രങ്ങൾക്കൊക്കെ ഉണ്ടായേക്കാം, അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യൂല. നേരെ മറിച്ചോ മുകളിലെ വസ്ത്രം നല്ല അടിപൊളിയാക്കി കൊണ്ടുനടക്കും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കഫളിൽ ളിഹാറതി അലൽ ബിതാന, കഫളിൽ ളിഹാറതി അലൽ ബിതാന, അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രത്തിന് എത്ര പവർ ഉണ്ടാകുമോ, എത്ര സൗന്ദര്യം ഉണ്ടാകുമോ, എത്ര ശ്രേഷ്ഠത ഉണ്ടോ, അതേ രൂപത്തിലാണ് ഹൂറുലൈങ്ങളും ദുനിയാവിലെ പെണ്ണുങ്ങളും. ഹൂറുലൈങ്ങളെക്കാൾ എത്രയോ പവർ കൂടിയവരാണ് ദുനിയാവിലെ പെണ്ണുങ്ങൾ. പക്ഷെ ഇതൊക്കെ നമ്മളെ ഭാര്യമാരായി കിട്ടണമെങ്കിലുള്ള കഷ്ടപ്പാടിന് ശേഷം പറയാൻ പോകുന്നുണ്ട്. അതോടുകൂടി ഇതൊക്കെ തീരും. ഇപ്പൊ ഇതൊക്കെ കേൾക്കാൻ സുഖമുണ്ടാവും. കഫളിൽ ളിഹാറതി അലൽ ബിതാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നല്ല ഓഫറാണ് നബി തങ്ങൾ ഈ കൊടുക്കുന്നത് സ്വർഗത്തിലെ ഭൂമിയിലെ പെണ്ണുങ്ങൾക്ക്. പക്ഷെ പെണ്ണുങ്ങൾ ഈ കാര്യത്തിൽ ബോധവാന്മാരല്ല. എത്ര തന്നെ പറഞ്ഞാലും ഇസ്ലാമിക ചിട്ടയിൽ വളരാൻ നമ്മുടെ ഭാര്യമാർ തയ്യാറാകുന്നില്ല. ഖുൽതു യാ റസൂലല്ലാഹ് ബിമദാക യാ ഹബീബല്ലാഹ്, നബിയെ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഇത്ര സൗന്ദര്യമുള്ള ഹൂറുലൈങ്ങളെയൊക്കെ മറികടക്കാൻ ഞങ്ങൾ എന്താ കാരണം? ഞങ്ങളെ കൂട്ടത്തിൽ സൗന്ദര്യമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്, നീളം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, മുടി ഇല്ലാത്തവരുമുണ്ട്, കുറഞ്ഞവരുമുണ്ട്, കൂടിയവരുമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നബിയെ. പിന്നെ എങ്ങനെയാ നാളെ അവിടെ എത്തുമ്പോൾ ഇത് ഇത്രയും ഭംഗിയായി കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി കേട്ടോ. ഖാല, അവർക്ക് ഈ തിളക്കമുണ്ടാകാൻ കാരണം, അവർക്ക് ശ്രേഷ്ഠത ഉണ്ടാകാൻ കാരണം, അടിവസ്ത്രത്തെക്കാൾ മേൽവസ്ത്രത്തിനുള്ള ആ തിളക്കം അവർക്കുണ്ടാവാൻ കാരണം ബിസ്വലാത്തിഹിന്ന വസ്യാമിഹിന്ന വഇബാദത്തിഹിൻ, അവരൊരുപാട് നിസ്കരിച്ചവരാണ്, മറ്റൊരു നിസ്കരിച്ചോലല്ലോ. ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഏത് നാടൻ കോഴി 40 ദിവസം കൊണ്ടുണ്ടാക്കുന്ന കോഴിൻ്റെയും വ്യത്യാസം എന്തായാലും ഇതുണ്ടാകും. ഇതെന്താണ്? ഒറിജിനൽ ദുനിയാവിൽ സൃഷ്ടിച്ചു വിട്ട് പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കി ഇവിടെ നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഖുർആൻ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അവരും അതുപോലെ തന്നെ ഇവര് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന് വേണ്ടി അല്ലാഹു തആല പടച്ചുണ്ടാക്കിയതാണ്. അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും, തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും മറ്റു ഇബാദത്തുകളുടെയും കാര്യം കൊണ്ടാണ് ഇവർക്ക് പ്രസക്തി കിട്ടുന്നത്. ഇത് കാരണമായി അൽബസല്ലാഹു ഉജൂഹഹുന്ന നൂർ, എത്ര തന്നെ കാണാൻ ചൊങ്കില്ലാത്ത പെണ്ണിന്റെയും മുഖത്ത് അല്ലാഹു തആല തിളക്കം ആ മുഖത്തിന് അല്ലാഹു ധരിപ്പിക്കുന്നു. റസൂലുള്ളാഹി പറയാൻ അൽബസല്ലാഹു ഉജൂഹഹുന്ന, അവരുടെ മുഖങ്ങൾക്ക് അല്ലാഹു തആല അണിയിപ്പിക്കും അന്നൂർ, പ്രകാശത്തിന്റെ ഉടയാടകൾ, പ്രകാശം അവർക്ക് അണിയിപ്പിക്കും എന്ന് പറഞ്ഞാൽ എത്ര തന്നെ തിളക്കല്ലാത്ത പെണ്ണും അവിടെ തിളക്കമുണ്ടാകും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അൽബസഹുന്നല്ലാഹു ഉജൂഹഹുൻ അൽബസല്ലാഹു ഉജൂഹഹുന്ന നൂർ, അവരുടെ മുഖങ്ങൾക്ക് അല്ലാഹു നല്ല തിളക്കം കൊടുക്കും. വഅജ്സാദഹുന്നൽ ഹരീർ, അപ്പൊ മുഖത്തിന് നല്ല സൗന്ദര്യം. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലേക്ക് ഇണങ്ങിയ നല്ല പട്ടുവസ്ത്രങ്ങൾ, ബീളുൽ അൽവാൻ, ഖുളറുസ് സിയാബ്, സുഫറുൽ ഹുലിയ്, മജാമിറുഹുന്ന അദ്ദുർ വഅംശാതുഹുന്ന അദ്ദഹബ്. നബി തങ്ങൾ ഇങ്ങനെ പറയാ, പെണ്ണുങ്ങൾക്ക്, ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങളാ പറഞ്ഞത്. ബീളുൽ അൽവാൻ, ഏത് കറുത്ത പെണ്ണും അവിടെ വെളുത്തിട്ടാ, വെളുത്ത കളറുള്ള പെണ്ണുങ്ങൾ ബീളുൽ അൽവാൻ. ഖുളറുസ് സിയാബ്, അതുപോലെ തന്നെ പച്ച ഡ്രസ്സുകൾ ധരിച്ച പെണ്ണുങ്ങള്. പച്ച ഡ്രസ്സാണ് കേട്ടോ, സ്വർഗത്തിൽ പച്ചമയാണ്, ആരും വിഷമിക്കണ്ട, സ്വർഗ ആകെ പച്ചമയാണ്. ഖുളറുസ് സിയാബ്, പച്ച ഡ്രസ്സുകൾ ധരിച്ച പെണ്ണുങ്ങള്. അതുപോലെ തന്നെ സുഫറുൽ ഹുലിയ്, ഹുലിയ് മഞ്ഞ ആഭരണങ്ങൾ. പെണ്ണും പൊന്നും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അതെ, പൊന്ന് ഇഷ്ടം പോലെ അന്ന് കൊടുക്കും, മഞ്ഞ പൊന്ന്. സുഫറുൽ ഹുലിയ്, മഞ്ഞ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചൊരുങ്ങിയിരിക്കും. മജാമിറുഹുന്ന അദ്ദുർ, അവർക്കവിടെ ഉലുവാൻ പുകയിപ്പിക്കാനുള്ള ഉലുവാൻ പെട്ടിയടക്കം അദ്ദുർ, നല്ല മുത്തുകൊണ്ടാണ്. ഉലുവാൻ പുകയിപ്പിക്കുന്ന പെട്ടിയടക്കം മുത്തുകൊണ്ടാണ് നിർമ്മിച്ചത്. മജാമിറുഹുന്ന അദ്ദുർ വഅംശാതുഹുന്ന അദ്ദഹബ്, അവരുടെ തല ചീകുന്ന കങ്കകൾ, ചീർപ്പുകൾ, ആ ചീർപ്പുകൾ സ്വർണത്തിന്റെ ചീർപ്പുകളാണ്. റസൂലുള്ളാഹി പറയുന്നു, ഉമ്മു സലമ ഇങ്ങനെ ആനന്ദം കൊള്ളാതൊക്കെ കേട്ടിട്ട്, വഅംശാതുഹുന്ന അദ്ദഹബ്, അവർ ചീകുന്ന ചീർപ്പുകൾ സ്വർണമാണ്. യഖുൽന, എന്നിട്ട് അവരിങ്ങനെ പറയും, നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ,
ഞങ്ങളെന്നും ഈ സുഖലോക സ്വർഗത്തിന്റെ സൗകര്യങ്ങളിൽ ഈ അനുഭൂതികൾ ആസ്വദിച്ച് ശാശ്വതമായി ഇവിടെ കഴിഞ്ഞുകൂടേണ്ടവരാണ്. ഫലാ നമൂതു അബദാ, ഞങ്ങൾക്കിനി മരണമില്ല. ആരോടാ പറയുന്നത്? ഹൂറുലിങ്ങളോട്. നിങ്ങൾ ഉണ്ടായി പിന്നെ മരിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ മരിച്ച് രണ്ടാമതൊന്ന് ജീവിച്ച് ഇനി ഞങ്ങൾ മരിക്കാതിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്കതിൽ കൂടുതൽ സന്തോഷമുണ്ട്. നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ വനഹ്നുൻ നാഇമാതു ഫലാ നബ്അസു അബദാ വനഹ്നുൻ നാഇമാതു, ഞങ്ങൾക്ക് വസ്ത്രത്തിന് വസ്ത്രമുണ്ട്, ഉടുക്കാൻ മുണ്ടില്ലാത്ത പ്രശ്നമില്ല, അടിപൊളി മേത്തരം ഡ്രസ്സുകളുണ്ട്, കെട്ടാനും അണിയാനും ഞങ്ങൾക്ക് നല്ല 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 മുന്തിയ തരം ആഭരണങ്ങളുണ്ട്, കഴിക്കാൻ ഞങ്ങൾക്ക് ഭക്ഷണവും അതുപോലെ കുടിക്കാൻ പാനീയവുമൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണപാനീയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നിലക്കും ഞങ്ങൾക്ക് സുഖമാണ്. ഫലാ നബ്അസു അബദാ, ഇനി ഞങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. ഹൂറുലിങ്ങൾ ചോദിക്കും, അതും എന്താ ഞങ്ങൾക്കുമില്ലേ? ഇല്ല, നിങ്ങൾക്ക് അതിന്റെ രുചി കിട്ടൂല. കാരണം ഞങ്ങൾ കുറെ പട്ടിണി എടുന്ന് പോന്നോലാ, ഓൽക്ക് ഇനി പട്ടിണി ഇല്ലാതിരിക്കുമ്പോ അങ്ങനെയാണ് അതിന്റെ വിഷയം. നേരത്തെ കഷ്ടപ്പാട് അനുഭവിച്ച ഒരാൾക്ക് സുഖം കിട്ടുമ്പോഴേ ആ സുഖം സുഖമായിട്ട് തോന്നുള്ളൂ, അല്ലാത്തവർക്ക് സുഖമായിട്ട് തോന്നൂലല്ലോ. ഉണ്ടാകുമ്പോഴേ സുഖത്തിലാണെങ്കിൽ അയാൾക്ക് സുഖം അറിയാൻ കഴിയൂല. ഞങ്ങളിതൊക്കെ കഴിഞ്ഞു പോന്നോലാ ഈ കഷ്ടപ്പാടൊക്കെ. അപ്പൊ ഇനി ഞങ്ങൾക്ക് റാഹത്ത് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. ഫലാ നബ്അസു അബദാ, ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്തരം ടെൻഷനുകൾ ഉണ്ടാകൂല. ഫലാ നബ്അസു അബദാ വനഹ്നുൽ മുഖീമാതു ഫലാ നദ്അനു അബദാ, ഈ സ്വർഗത്തിൽ ഞങ്ങൾ എന്നും കഴിഞ്ഞുകൂടും, ഇവിടുന്ന് ഞങ്ങൾ പുറത്തു പോകില്ല. ഫലാ നദ്അനു അബദാ അലാ വനഹ്നുർ റാദിയാത്, ദാ അറിയണം, ഞങ്ങൾ പൂർണ്ണമായും സന്തുഷ്ടരാണ്. ഞങ്ങൾ നിസ്കരിച്ചതിന്റെ, നോമ്പനുഷ്ഠിച്ചതിന്റെ, ഖുർആൻ ഓതിയതിന്റെ, ഞങ്ങളെ ഭർത്താക്കന്മാരെ അനുസരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഫലാ നസ്ഖതു അബദാ, ഇനി ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ദാ ക്രോധം വരേണ്ട ആവശ്യമില്ല, ദുഃഖം വരേണ്ട ആവശ്യമില്ല. തൂബാ ലിമൻ കുന്നാ ലഹു വകാന ലനാ, അതുകൊണ്ട് തന്നെ ഇത്രയും സുഖലോലുപതയിൽ കഴിയുന്ന ഞങ്ങൾ, തൂബാലിമൻ, ഞങ്ങളെ കാര്യത്തിൽ തൂബാലിമൻ ഒരുത്തർക്കാണ് സന്തോഷം, കുന്നാലന, ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണ്, വകാനലന, അവർ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ ഞങ്ങൾക്ക് വേണ്ടി ആരാണോ അവർക്കാണ് എല്ലാവിധ സന്തോഷവും. ഞങ്ങൾ ആർക്കു വേണ്ടി പടക്കപ്പെട്ടോ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആരാണോ ഉള്ളത് അവർക്കാണ് സർവ്വവിധ സന്തോഷവും. തൂബാലിമൻ കുന്നാ ലഹു വകാന ലനാ ഖുൽതു യാ റസൂലല്ലാഹ്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ശരിക്കും ഉമ്മു സലമ ആനന്ദം പൂർണ്ണമായിട്ടുണ്ട്. ഉമ്മു സലമക്ക് ഇതങ്ങോട്ട് എത്തിയാൽ മതി, ഈ സ്വർഗം കിട്ടിയാൽ മതി എന്നിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഉമ്മു സലമക്ക് സ്വാഭാവികമായ ഒരു ടെൻഷൻ വന്നു. എന്താണത്? യാ റസൂലല്ലാഹ്, ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ട് നബിയെ, ഒന്നും കരുതരുത്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ? അൽ മർഅതു മിന്നാ തതസവ്വജു സൗജൈനി അബി സലാസ അബിൽ അർബഅ. നബിയെ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്, 3 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്, 4 ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നവരുണ്ട്. ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി, രണ്ടാമത്തെ ഭർത്താവ് വേറെ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മൊഴി ചൊല്ലി. മൂന്നാമത് വേറെ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മൊഴി ചൊല്ലി. നാലാമത്തെ ആൾ കല്യാണം കഴിച്ചു. ഇപ്പം നിൽക്കുന്നത് 4ാമത്തെ ഭർത്താവിന്റെ അടുത്താ. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ടല്ലോ നബിയേ. ഇങ്ങനെ വരുമ്പം എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട മഹദി പറയുന്നു, സുമ്മ തമൂത്ത്,